ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു പ്രഭാതം കണ്ടുണരുവാൻ തക്കവണ്ണം ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ കരുണയ്ക്കായി, ദയയ്ക്കായി, മനസ്സലിവിനായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കർത്താവിനെ വാഴ്ത്താം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. 4-ാം സങ്കീർത്തനം 8-ാം വാക്യം: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അനേകർക്ക് കിടന്നിട്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന്, എന്നിട്ടും ഉറക്കം വരാതെ എഴുന്നേറ്റ് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉറക്കത്തിന് വേണ്ടി കൊതിക്കുമ്പോൾ ദാവീദ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ലഭിക്കുന്ന അവസരമെന്ന് പറയുന്നത് ഭാഗ്യകരമായിരിക്കുന്ന ഒരനുഭവമാണ്. അത് സമാധാനത്തോടെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ല എന്നല്ല, ഇതെല്ലാം ജീവിതത്തിലുണ്ട്, ദാവീദിൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലും സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ദൈവം ദാവീദിന് കൃപ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ഈ കാലഘട്ടങ്ങളിൽ സമാധാനത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന കർത്താവിനാൽ മാനിക്കപ്പെട്ട ഒരു ദൈവത്തിലാണെങ്കിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ, ഭയമില്ലാതെ വസിക്കുവാനും കർത്താവ് കൃപ ചെയ്യും. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, ശരണപ്പെടാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.